ഇതാ ഇത് നോക്കൂ. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ നിന്ന വീട്ടിലെ പതിവുകാരനുള്ള അനുഭവമാണിത്. പച്ച മാംസത്തിൽ തീ വെച്ച് പൊള്ളിക്കുക, അയാൾക്കത് വലിയ രസമായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അങ്ങനെയൊന്നും നടപ്പില്ല. എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും ഉണ്ട്. മര്യാദ കെട്ട ഇടപാടുകാരുടെ അടുത്തേക്ക് രാമണിച്ചേട്ടനും ഭാര്യയും നമ്മളെ അയക്കില്ല. അവർക്കത് വലിയ നിർബന്ധമാണ്. ഇവിടെ വരാറുള്ളവർ വലിയ വലിയ ആൾക്കാരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമാണ്. ആ പരിചയവും ബന്ധങ്ങളും വെച്ച് പലതും നേടിയവരും നല്ല നിലയിലെത്തി ഈ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോയവരും ധാരാളമുണ്ട്. ഞാൻ നശിച്ചു, തീർച്ച. പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. അവരെല്ലാം ഇന്ന് വളരെ സംതൃപ്തരാണ്. ഞാനിന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് അവരെന്നെ സ്വീകരിക്കുന്നത്. അവരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നു. എനിക്കൊന്നും വേണ്ട, റേഷൻ കടയിലെ കാശ് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അരിയുടെ കഞ്ഞി കുടിക്കാമല്ലോ. നീ എന്തിനാ കരയുന്നേ? ഒരു വേശിക്ക് കരയാൻ പാടില്ലേ? ഇന്ന് വരെ ഒരുത്തിയും കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയിട്ടാവും ഞാൻ ഇന്ന് ഈ കട്ടിലിൽ വെച്ച് വേശിയായതേ ഉള്ളൂ. കുറെ കഴിയുമ്പോ എന്റെ കണ്ണുനീരും തീർന്നിരിക്കും. ഓഹോ, അങ്ങനെയാണോ? ഞാൻ നിന്നെ മറക്കില്ല. അങ്ങ് മറന്നാലും എനിക്കൊരിക്കലും അങ്ങേ മറക്കാൻ പറ്റില്ല. ഹരിശ്രീ വരപ്പിച്ച് ആശാനെ മറക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? ദയവായി അതൊന്നും ചോദിക്കരുത്. എന്റെ കഴിഞ്ഞ കാലം കുറച്ചു മുമ്പ് ഞാൻ കത്തിച്ചു കളഞ്ഞതാണ്. അയ്യോ വേണ്ട സാർ. ഞാൻ നിന്റെ സുഖത്തിന് വേണ്ടിയല്ല, എന്റെ സുഖത്തിന് വേണ്ടി ഇവിടെ വന്ന് കാശ് തരുന്നത്. കുടിക്കേ. നിനക്ക് അവിടെ ഏത് ഓഫീസിലെ ജോലിയെന്ന് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. വടക്കേതിലെ രമയ്ക്കും നിന്റെ കൂടെ ചേർന്നാ കൊള്ളാവുന്നുണ്ട്. വേണ്ടമ്മേ, ഇനി ഇവിടെ വേക്കൻസി ഇല്ല. സരസ്വതി, വർത്തമാനമൊക്കെ പിന്നെ ആകാം. അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ നോക്ക്. എനിക്കായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങളോടൊപ്പം ഞാനും കഴിച്ചോളാം. പറ്റില്ല. ഇന്ന് ഈ വീടിന്റെ ഭാഗ്യദേവത നീയാണ് മോളെ. മഹാലക്ഷ്മി വീട്ടിൽ വന്നാൽ അതുപോലെ സൽക്കരിക്കണ്ടേ? ആ വാ മോളെ. എന്റെ ചേച്ചി, നീ എന്നെ കാണിക്കുന്നത്? അമ്മേ, ശബ്ദിച്ച് മറ്റുള്ളവർ ഉണർത്തണ്ട. മദ്യം കഴിക്കാതെ എനിക്ക് പുറങ്ങാൻ പറ്റത്തില്ലമ്മേ. അമ്മേ, പെറ്റമ്മയോട് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. നാളെ ഞാൻ മരിച്ചുപോയാൽ എന്റെ ശാലിക്ക് ഗതി വരരുത്. നശിച്ചു, എല്ലാം നശിച്ചടി. ശരിയാണമ്മേ, അച്ഛൻ എന്നെ വിളിച്ചില്ലേ മഹാലക്ഷ്മി എന്ന്? അതെ, ഈ മഹാലക്ഷ്മിക്ക് ധനം തരുന്ന മഹാവിഷ്ണുമാർ ഒന്നല്ല 1000 ആണമ്മേ. അതാണമ്മേ രാവണി എനിക്ക് വാങ്ങി തന്ന തൊഴിൽ. കുടിക്കാതെ ഞാൻ എന്ത് ചെയ്യും? മോളെ, ഞങ്ങൾ വന്നത് ശാരദ അറിഞ്ഞതേയില്ല. എന്താ ഇത്ര വലിയ ആലോചന?
കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. പോവാതിരിക്കാൻ പറ്റില്ല. അനിയത്തിന്റെ കല്യാണമാണ്. പോണം, തീർച്ചയായും പോണം. ശാരദയെ പറ്റി എല്ലാ കാര്യവും വീട്ടുകാർക്കറിയാം അല്ലേ? അറിയാം. ഞാൻ അയക്കുന്ന കാശുകൊണ്ടാണ് അവരെല്ലാം ജീവിക്കുന്നത്. വീട് നന്നാക്കി, ഇളയ കുട്ടികളുടെ പഠിത്തവും നോക്കി. ഇപ്പോ അനിയത്തിയുടെ കല്യാണത്തിന് ആവശ്യമായ പണവും അയച്ചു കൊടുത്തു. എന്റെ ജീവിതം ഞാൻ ഹോമിച്ചു. പക്ഷേ അതുകൊണ്ട് മറ്റു കുറെ ജീവിതങ്ങൾ ഞാൻ രക്ഷിച്ചു. അനിയത്തിയുടെ കല്യാണം നേരിൽ കാണണമെന്ന് ശാരദയ്ക്ക് വലിയ ആഗ്രഹമുണ്ടല്ലേ? തീർച്ചയായും ആ മംഗളകർമ്മത്തിന് ശാരദ കൂടെ ഉണ്ടായിരിക്കണം. അതെ, ഞാൻ ഏറ്റെടുത്ത ഭാരത്തിന്റെ ഒരു പ്രധാന ഘട്ടം ഇതോടെ അവസാനിക്കുന്നു. ആ, പോകാൻ സമയമൊന്ന്. ഞാൻ തയ്യാറാവട്ടെ. ശരി. ഒന്നും ഞാൻ ഒളിക്കില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്നിൽ നിന്നും ഓടി അകലുകയാണെങ്കിൽ പോലും സത്യമെല്ലാം പറഞ്ഞതിൽ ഞാൻ ദുഃഖിക്കില്ല. രാധേ, ശാരദ വന്നോ? എവിടെ? ശാരദ മരിച്ചു. മരിച്ചോ? ആത്മഹത്യ ചെയ്തു. എന്റെ ഈശ്വരാ. ശാരദ കല്യാണത്തിന് ചെന്നത് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഇഷ്ടപ്പെട്ടില്ല. ശാരദ ഒരു വേശ്യയല്ലേ? അവളുടെ കാശ് മാത്രം കൊള്ളാം. അവൾ കൊള്ളരാത്തവളായിപ്പോയി. കല്യാണ പെണ്ണിനെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. അവിടെ നിൽക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി. അവളെ ആരെങ്കിലും കാണുമോ എന്നായിരുന്നു അവരുടെ ഭയം. പെറ്റ അമ്മയും സ്വന്തം അച്ഛനും അവളെ ഇറക്കി വിട്ടുന്നു. അതെ, അവർ ഇറക്കി വിട്ടു. അതെല്ലാം കാണിച്ച് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അതിൽ നമ്മെപ്പോലെ നശിച്ചവർക്കായി ഒരു ഉപദേശവും കൂടിയുണ്ട്.